നോ 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 എന്ത് പറഞ്ഞാലും ശരി ഞാൻ ക്ഷമിക്കില്ല ഇയാളോട്. നമുക്ക് പറ്റില്ല. പിന്നെന്താ പറഞ്ഞിട്ട് തരാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇയാളോട് ഞാൻ ക്ഷമിക്കില്ല. ഇത് പറഞ്ഞപ്പോൾ ആരുടെങ്കിലൊക്കെ ഒരു മുഖം നിങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടില്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരില്ലേ, എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു സ്റ്റോറി. അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച് കടന്നുപോയ ആൾക്കാരുടെ കുറെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ. ഇതിൽ നിന്ന് നമ്മൾക്ക് മൂവ് ചെയ്യാൻ, ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സന്തോഷമായിട്ട് മാറിപ്പോകാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മള് ഈ ലൈഫിൽ വരുമ്പോൾ ഓക്കെ, ഒരുപാട് നമ്മൾക്ക് കർമ്മയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഒരുപാട് പാസ്റ്റ് ലൈഫ് ഡെറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ലൈഫിൽ വരുന്നത്. സോ ഇങ്ങനെ കുറച്ച് ആൾക്കാരുകൾ നമ്മുടെ ലൈഫിൽ വന്ന് കടന്നു പോകുമ്പോൾ അവര് നമ്മുടെ പാസ്റ്റ് ലൈഫ് ഡെറ്റ് ക്ലിയർ ചെയ്തിട്ടാണ് പോണത്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടല്ലേ കടന്നു പോണത്. നമ്മുടെ പാസ്റ്റ് ലൈഫ് ഡെറ്റുകൾ ക്ലിയർ ചെയ്തിട്ട് അവർ കടന്നു പോകണം. സോ വി ആർ കുറച്ചുകൂടി നമ്മൾ പ്യൂർ ആയിട്ട് വരാണ്, പ്യൂർ സോൾ ആയിട്ട് നമ്മൾ വരണേ. നമ്മള് കുറച്ചുകൂടി പ്യൂരിഫൈ ചെയ്തിട്ട് അവർ കടന്നു പോകണം. ദേ ജസ്റ്റ് കം ഇൻ ടു അവർ ലൈഫ്, അവരുടെ പാട്ട് അവർ പ്ലേ ചെയ്തു, അവർ മൂവ് ചെയ്തു. സോ നമ്മളെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് വിടുകയാണ് അവർ ചെയ്യണത്. അങ്ങനെ ആലോചിക്കുമ്പോൾ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടല്ലേ കടന്നുപോയത്. സോ നമ്മൾ പിന്നെ എന്തിനാ അത് കെയർ ചെയ്യണേ? അപ്പൊ അതൊക്കെ വിട്ടേക്ക്, നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നിലേക്ക് പോവാം. ഓക്കെ, സോ പതിവ് തെറ്റിക്കുന്നില്ല. മീതി സന്ധിക്കും വരെ വണക്കങ്ങൾ വേണ്ടുകേണ്ടത് ഉങ്ങളുടെ സ്വന്തം ബാല.